ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആയിരം ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ആത്മാവിൽ ആരാധന. ഒരുമിച്ച് ചേർന്ന് ആരാധന ആരാധന ആയിരം ആരാധന. കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് 1000 ആരാധന സ്തുതി ഗീതകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, 1000 ആരാധനകൾ അങ്ങയുടെ തിരു സാന്നിധ്യത്തിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ആരാധന. എല്ലാവരും ഒരുമിച്ച് യേശുവേ ആരാധന. എല്ലാ കുടുംബങ്ങളും ചേർന്ന് യേശുവേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. പൂർണ്ണമായും സമർപ്പിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായ ഈശോയുടെ മഹനീയ സാന്നിധ്യം ആവോളം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും അവിടത്തേക്ക് മഹത്വങ്ങൾ അർപ്പിക്കുവാനായി കടന്നു വരുന്ന എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആത്മജ്വാല എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും ഏറെ തീക്ഷ്ണതയോടെ സംബന്ധിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി അഭിഷേകം ചെയ്ത് നിയോഗങ്ങൾ നിറവേറ്റി തന്ന് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ മഹനീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ദൈവവചനം ശ്രവിക്കാൻ ഒരുങ്ങിയാണ്. ഇന്ന് നമുക്ക് കർത്താവ് നൽകുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 8 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഭക്തിയോടെ വായിച്ച് ശ്രവിച്ച് ധ്യാനിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: യേശു മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, ഈ ദൈവവചന ഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് ഒത്തിരിയേറെ ആത്മീയ വളർച്ചയ്ക്കും ഭൗതികമായ രക്ഷയ്ക്കും ആവശ്യമായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി നമുക്കറിയാം, കുഷ്ഠരോഗികൾ അന്ന് പ്രത്യേകിച്ചും സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ട് അകറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു
സങ്കടവും വേദനയും ദുഃഖവും ഒക്കെ കൂടെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന വ്യക്തികളാണ്. എല്ലാ തരത്തിലും ഉപേക്ഷിക്കപ്പെട്ടവർ. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നതും കർത്താവിനോട് ഈ കാര്യങ്ങൾ പറയുന്നതും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാവരാലും വെറുക്കപ്പെട്ടവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, വേണ്ടെന്ന് വയ്ക്കവരെ, ആട്ടി അകറ്റപ്പെട്ടവരെയൊക്കെ സ്വന്തമായി കണ്ട ഒരു വ്യക്തിയാണ്. വ്യക്തിയെന്നോ നമ്മൾ ഒരു ദൈവമാണ് കർത്താവ് ഈശോ മിശിഹ. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നോ? ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ അന്വേഷിച്ചാണ്. കർത്താവ് ഈശോ മിശിഹായുടെ പേരിലുണ്ടായിരുന്ന ഒരു അപവാദം തന്നെ, എല്ലാവരും കുറ്റപ്പെടുത്തിയത് തന്നെ ഇതാണ്: അവൻ പാപികളുടെ കൂടെ ഇരിക്കുന്നു, അവൻ പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവൻ രോഗികളെ ആശ്വസിപ്പിക്കുന്നു, ആർക്കും വേണ്ടാത്തവരുടെ സുഹൃത്താണ്. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ച് അവരിലൊരുവനായി തീർന്ന് അവരുടെ സുഹൃത്തായി തീർന്നു. അവസാനം അത് കർത്താവിൻ്റെ മേൽ ഒരു കുറ്റാരോപണം പോലും ആയിത്തീർന്നു. പക്ഷേ ഓർക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അതിനു വേണ്ടിയാണ്. ഇവിടെയാണ് എനിക്കും നമുക്കും ഒക്കെയുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും ആവേശവും അനുഗ്രഹമൊക്കെ. കർത്താവ് എന്നെ തേടി, നമ്മളെ തേടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇടമുണ്ട്. ഈശോ വിട്ട് കളയില്ല നമ്മളെ. അപ്പോൾ എന്താ വേണ്ടത് അതിന്? അതാണ് രണ്ടാമത്തെ കാര്യം. ഈ കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് വന്ന് താണു വണങ്ങി എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്തോട്ട് വരാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സമയം കണ്ടെത്തണം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ചിന്തകളെ ഒരുക്കണം. നമുക്ക് ജീവിതത്തിൽ മറ്റെവിടേക്കൊക്കെ പോകാൻ എന്തുമാത്രം സമയമുള്ളത്. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെങ്കിൽ 2.25 മണിക്കൂറിലേറെ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കം, അവിടെ എത്താനുള്ള സമയം, തിരിച്ചു വരാനുള്ള സമയം, എല്ലാം കൂടെ ഒരു 3-4 മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് വരാൻ, അവിടുത്തെ അടുത്ത് ഇരിക്കാൻ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. മറ്റെവിടെ പോയി ഇരിക്കുന്നതിനേക്കാൾ, മറ്റേത് കാര്യം കാണുന്നതിനേക്കാൾ വലിയ അനുഗ്രഹവും വലിയ അഭിഷേകവും വലിയ രക്ഷയും ഈശോയുടെ അടുത്ത് വരുന്നതിലൂടെ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടും. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ കർത്താവിൻ്റെ പാദത്തിങ്കൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോവില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം, മറിയം കർത്താവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നുവെന്ന്. ഈ സത്യം തിരിച്ചറിയുന്നവർ കർത്താവിൻ്റെ അടുത്തൊന്നും പിന്നെ പോകില്ല. ഈശോയെ വിട്ടുപോകാതെ കാത്തു നിൽക്കും. അത് നമുക്ക് മനസ്സിലാകാൻ ഏറ്റവും ലളിതമായി മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നോ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ സൈക്കിളിലോ മോട്ടോർ ബൈക്കിലോ ഒക്കെ മീൻ കച്ചവടക്കാർ വരും. അവരുടെ സ്വരം കേൾക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ആ സൈക്കിളിൻ്റെ ബെല്ലടിക്കുമ്പോഴത്തേനും പൂച്ച വീട്ടിൽ നിന്ന് ഓടിയിറങ്ങും. പിന്നെ വിട്ടുപോകില്ല. അതിങ്ങനെ ചുറ്റി 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 നിൽക്കും മീൻ കിട്ടുന്നത് വരെ. ഇനി വീട്ടിലാ മീൻ നന്നാക്കുമ്പോഴോ അപ്പോഴും പൂച്ച അടുത്ത് നിൽക്കും കിട്ടുന്നത് വരെ, വിട്ടുപോകില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിട്ടുപോകരുത്. ഈശോയെ നമ്മൾ വിട്ടുപോകരുത്. ആ കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന്. ഇതുപോലെയുള്ള കർത്താവിനോട് ചേർന്ന് അടുത്ത് നിൽക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ഈ വചനത്തിലൂടെ നമുക്ക് കർത്താവ് ശംശക നൽകുന്ന ശക്തമായ സന്ദേശം. കർത്താവിനെ വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. മറിയം ഈശോയുടെ പാദത്തെങ്കിൽ ഇരുന്നതുപോലെ പരിശുദ്ധ കന്യാമാതാവ്
കർത്താവിനെ എന്നും എപ്പോഴും പിന്തുടർന്നതുപോലെ കർത്താവിനെ വിട്ടു പോകാതെ നിൽക്കണം. മൂന്നാമതായിട്ടുണ്ടല്ലോ, അത് ഈശോയുടെ മനസ്സാണ്. ഞാനും നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മനസ്സ് അങ്ങോട്ട് എന്താ പറയുക, പറിച്ചെടുക്കുന്ന വിധത്തിൽ, മനസ്സിലേക്ക് നമ്മൾ കയറുന്ന വിധത്തിൽ പ്രാർത്ഥിക്കണം. എന്താ അങ്ങനെ പറയുന്നതെന്നോ, വേണം വേണ്ട, വേണമെങ്കിൽ വേണം, എന്നെ അനുഗ്രഹിക്കണേ, വേണേ അനുഗ്രഹിച്ചോട്ടെ, ഈശോയ്ക്ക് വേണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചോട്ടെ, ആ തരത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിൻ്റെ മനസ്സിലേക്ക് നമ്മൾ നമ്മുടെ പ്രാർത്ഥന കയറുന്ന വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചില പിള്ളേർ പരീക്ഷ എഴുതുന്ന പോലെ, ടീച്ചർക്ക് വേണമെങ്കിൽ എനിക്ക് മാർക്ക് തന്നോട്ടെ, എന്നെ ജയിപ്പിച്ചോട്ടെ. ചില ആളുകൾ വണ്ടി ഓടിക്കുന്നത് അങ്ങനെയാണ്, അശ്രദ്ധമായി വണ്ടി ഓടിക്കും. അങ്ങനെ വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ തോന്നും മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിച്ചോട്ടെ, ഞാനായിട്ട് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ പ്രാർത്ഥന കയറണം, ആ തരത്തിൽ പ്രാർത്ഥിക്കണം. ഈ കുഷ്ഠരോഗി അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കർത്താവിനെ താണു വണങ്ങിയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ അങ്ങേക്ക് കഴിയും. ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പിന്നെ കർത്താവിന് നമ്മളെ രക്ഷിക്കാതിരിക്കാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. ഇതുപോലെ എന്നെങ്കിലും നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിച്ചാൽ ആ നിയോഗം പ്രിയപ്പെട്ട മക്കളെ നിറവേറുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഇനി നാലാമതായിട്ട് ഈ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈശോ പറഞ്ഞു, നീ കർത്താവ് അങ്ങനെ ഈ മനുഷ്യത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മനസ്സുണ്ട് എന്നെ സുഖപ്പെടുത്താൻ, എന്നെ രക്ഷിക്കാൻ. കർത്താവിന് മനസ്സുണ്ട് നമ്മളെ ഓരോരുത്തരും രക്ഷിക്കാൻ, നമ്മളെ ഓരോരുത്തരും സുഖപ്പെടുത്താൻ. കർത്താവിന് മനസ്സുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സൗഖ്യം കിട്ടാത്തത്, ശുദ്ധി കിട്ടാത്തത്, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാത്തതെന്നോ? നമുക്കും കൂടെ ഒരു മനസ്സുണ്ടാവണം കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട്. ഈശോയുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ കർത്താവിനോട് പറയാനായിട്ട് നമുക്കും കൂടെ ഒരു മനസ്സുണ്ടാവണം. ഈശോയ്ക്ക് എന്നും മനസ്സുണ്ട്. അപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു, ഒരാൾ എനിക്കൊരു സമ്മാനം തരും എന്നാന്നും പറഞ്ഞ് ഒരു സമ്മാനം അങ്ങ് വെച്ച് നീട്ടി, ഞാൻ കയ്യും കെട്ടി നിന്നാലോ? മേടിക്കാൻ പറ്റുമോ? എനിക്ക് കിട്ടുമോ? കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനും മനസ്സുണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സുഖപ്പെടുത്താൻ. പക്ഷെ അത് സ്വീകരിക്കാനുള്ള ഒരു വലിയ സന്നദ്ധത, ഒരുക്കം, മനസ്സ് നമുക്കും വേണം. അതാണ് കുഷ്ഠരോഗി വേറെ എവിടെയെങ്കിലും നിന്നപ്പോൾ ഒന്നുമല്ല സൗഖ്യം കിട്ടിയത്. അയാൾ വേറെ വഴിക്ക് നടന്നപ്പം, മറ്റ് സ്ഥലത്തായിരുന്നപ്പോൾ ഒന്നുമല്ല ഈശോ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. പിന്നെ എപ്പോഴാണ്? കർത്താവിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഈശോ ഇതാ അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ആത്മീയ സത്യം ഇതാണ്. കർത്താവിന് നമ്മളെ രക്ഷിക്കാൻ എപ്പോഴും മനസ്സുണ്ട്. നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മളെ സുഖപ്പെടുത്താൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മളെ അഭിഷേകം ചെയ്യാൻ കർത്താവിന് എപ്പോഴും മനസ്സുണ്ട്. ചെയ്യേണ്ടത് ഇതാണ്, നമുക്കും കൂടി ഒരു മനസ്സുണ്ടാകണം, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഈശോയുടെ അടുത്തോട്ട് വരാൻ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ, ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കും കൂടെ ഒരു മനസ്സുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും വിശ്വസിച്ചോ, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയും. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെയാണ് ഈ വചനത്തിൽ നിന്നും നമുക്ക് കർത്താവ് യേശുമിശിഹാ പറഞ്ഞു തരുന്നത്. അത് ഇതാണ്, അത് ഏറ്റവും മുകളിലത്തെയാണ്. ആ 8-ാം അധ്യായം 1-ാം വചനത്തിൽ തന്നെ യേശു മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അതായത്
കർത്താവ് മലയിൽ എന്ത് ചെയ്യുകയായിരുന്നു? പൂ പറിക്കാൻ പോയതാണോ? മരം വെട്ടാൻ പോയതാണോ? അല്ല, അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം എൻ്റെയും നമ്മുടെയും ഒക്കെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ അത് അനേകം മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥനയായിരിക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും തന്നെ ആത്മീയവും ഭൗതികവുമായി വളരുന്നത്. കർത്താവ് എന്തിന് എല്ലാ ദിവസവും ഇങ്ങനെ പ്രഭാതത്തിലും സന്ധ്യാവേളകളിലും അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചത്? ഈ ആത്മീയ ശക്തി, പിതാവായ ദൈവം നിക്ഷേപിച്ച ആത്മീയ ശക്തി പുഷ്ടിപ്പെടുത്താനും വളർത്താനും നിലനിർത്താനും. അപ്പം നമുക്കൊക്കെ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സമൃദ്ധമായി നിക്ഷേപിച്ചിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ, സിദ്ധികൾ, ഇതൊക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്താനും അത് പുഷ്ടിപ്പെടുത്താനും വളർത്താനും വേണ്ടിയിട്ട് അനേകം മണിക്കൂറുകൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ സന്നിധിയിലും വചനത്തിൻ്റെ മുന്നിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ, കൃപകൾ, സിദ്ധികൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മങ്ങിപ്പോകില്ല, വരണ്ടു പോകില്ല. പകരം അത് വളരും, അത് പുഷ്പിക്കും, എന്നും അതൊരു അനുഗ്രഹമായി തീരും. മക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ കുഷ്ഠരോഗി വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ഇതുപോലെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. എനിക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും കണ്ണുനീരുകളുടെ കഥകളായിരിക്കും പറയാനുള്ളത്. വേദനയുടെ, സങ്കടത്തിൻ്റെ, തകർച്ചയുടെ കഥകൾ ഒത്തിരിയേറെ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ആ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ നമുക്കും പറയാം, കർത്താവേ, കണ്ണുനീരല്ലാതെ വേറെ ഒന്നും കാഴ്ചയായിട്ട് സമർപ്പിക്കാനില്ല. അത്രയേറെ ദുഃഖവും വേദനയും വിഷമവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് വരുന്നത്. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് കർത്താവിനെ നോക്കി ഒന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. 1000 ആരാധന സ്തുതി ഗീതകൾ ദൈവസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, ആ കുഷ്ഠരോഗി വന്ന് താണു വണങ്ങി പറഞ്ഞതുപോലെ എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങളിൽ കനിയണമേ. കണ്ണുനീരോടെ, വേദനയോടെ, ഹൃദയഭാരത്തോടെ വരുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ. ഇരു കരങ്ങളും ഉയർത്തുക മക്കളെ. 2 കൈകളും ഉയർത്തി, സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, അവിടുന്ന് നമ്മളെ രക്ഷിക്കും. വിളിച്ചുണരാം. ഈശോയേ, കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, കർത്താവിൻ്റെ പക്കലേക്ക് കൈകൾ എങ്ങനെയൊന്ന് തുറന്നു പിടിച്ച് അല്പം നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഒരുമിച്ച് ആലപിക്കാം. കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. നമുക്ക് കൈകൾ കൂപ്പാം മക്കളെ. എൻ്റെ കർത്താവേ, ഇതാ ഞങ്ങളുടെ ഈ സമൂഹത്തിലുള്ള അനേകായിരം മക്കൾ വലിയ സങ്കടവും കണ്ണുനീരുമായിട്ടാണ് എന്നും ജീവിക്കുന്നത്. സാമ്പത്തിക തകർച്ച മൂലം, ജോലിയില്ലാത്തത് മൂലം, ഉള്ള ജോലി നഷ്ടപ്പെട്ടു, കടബാധ്യത വന്ന് കുമിഞ്ഞു കൂടി, ജീവിക്കുന്ന വീട് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തി. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികൾ മൂലം കർത്താവെ, അനേകം മക്കൾ അങ്ങേയറ്റം വേദനയിലും വിഷമത്തിലും സങ്കടത്തിലും കണ്ണുനീരിലുമാണ് ഇന്ന് ജീവിക്കുന്നത്. ഈശോയെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ മനമുരുകി കണ്ണുനീരുകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കരകയറ്റാൻ ഇറങ്ങി വരണം കർത്താവെ. എഴുന്നള്ളി വരണമേ. കടബാധ്യതയുള്ളവരുടെ ജീവിതത്തിലേക്ക്, ജോലിയില്ലാത്തവരുടെ ജീവിതത്തിലേക്ക്,
ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ട് വല്ലാതെ വിഷമിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് വല്ലാതെ വിഷമിച്ച് ഒരു പിടിയും കിട്ടാതെ ജീവിക്കുന്നവരുടെ ഓരോ നിമിഷങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും വന്ന് കർത്താവെ അങ്ങ് രക്ഷിക്കണമേ, കുഷ്ഠരോഗിയെ സ്പർശിച്ച് രക്ഷിച്ചതുപോലെ ഓരോ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവ് നമ്മളെ രക്ഷിക്കും. ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരട്ടെ ഒരുമിച്ച്. ഈശോയേ, കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും കർത്താവിന്റെ പക്കലേക്ക് അല്പം കൈയങ്ങനെ നീട്ടിപ്പിടിച്ച് ഒരുമിച്ച് ചേർന്ന് കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, കൈകൾ കൂപ്പാൻ നമുക്ക്. എൻ്റെ പൊന്നു തമ്പുരാനെ, പലതരത്തിലുള്ള രോഗത്താൽ വേദനിച്ച് എന്നും കരയാൻ മാത്രമാണ് വിധി എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഷ്ഠരോഗി രോഗം മൂലം സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടതുപോലെ പലതരത്തിലുള്ള രോഗത്താൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സകലരെയും അവരുടെ കണ്ണുനീരുകളെ, അവരുടെ വേദനകളെ, അവരുടെ തകർച്ചകളെ കർത്താവേ ഇതാ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ആരാധനാ സമയത്ത് അനേകം വീടുകളിൽ ഇങ്ങനെ രോഗം മൂലം വേദനിച്ചും നരകിച്ചും കണ്ണുനീരോടെ കഴിയുന്ന സകലരിലേക്കും വരണമേ എന്ന്, അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ എന്ന്, അവരെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെ നമുക്ക് രണ്ട് കൈകളും ഉയർത്താം. രോഗത്താൽ വേദന അനുഭവിച്ച് കരഞ്ഞ് ജീവിക്കുന്ന സകല മക്കളിലേക്കും ഈശോയെ അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ചപേക്ഷിക്കാം. ഈശോയേ, കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. കൈകൾ കൂപ്പി മുട്ടുകൾ കുത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർന്ന് കണ്ണുനീരല്ലാതെ കർത്താവേ, മറ്റൊന്നുമില്ലല്ലോ കർത്താവെ, കാഴ്ചയായി അർപ്പിച്ചിടാം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ആരാധന ഈശോയേ, ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാം. മക്കളെ, എല്ലാവരും ചേർന്ന് കർത്താവിനെ എളിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്കുള്ളതെല്ലാം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ, ഞങ്ങളുടെ കണ്ണുനീരില്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അങ്ങേക്ക് തരാനില്ല. കർത്താവേ, അങ്ങ് കാഴ്ചയായി സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്നോളമെന്നെ ഇന്നോളവും മറ്റാരും സ്നേഹിച്ചതില്ല നാഥ, മറ്റാരും സ്നേഹിച്ചതില്ല. നിന്നോളമെന്നെ ഇന്നോളവും
സ്നേഹിച്ചതില്ല നാഥ, മറ്റാരും സ്നേഹിച്ചതില്ല.